ഒരു ചിത്രം നമ്മൾ കാണുമ്പോൾ അത് വരച്ച ചിത്രകാരൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു കെട്ടിടം നമ്മൾ കണ്ടാലോ, അത് നിർമ്മിച്ച ഒരു എഞ്ചിനീയർ ഉണ്ട് എന്ന് കൃത്യമായി നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് ഗാലക്സികളും അതിസങ്കീർണമായ DNA ഘടനയുമുള്ള ഈ പ്രപഞ്ചം ആകസ്മികമായി ഉണ്ടായി എന്ന് പറയുന്നത് എത്രമാത്രം യുക്തിസഹമാണ്. ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന ശാസ്ത്രീയ സത്യം നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു പ്രപഞ്ചം, നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്നത് എത്രമാത്രം യുക്തിഹീനമാണ്. ഒരു ശില്പം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശില്പിയുണ്ട്. നിരീശ്വരവാദം എന്ന് പറയുന്നത് സത്യത്തിൽ ഉത്തരം കൊടുക്കുക എന്നുള്ളതിൽ ഉപരി ചോദ്യങ്ങൾ ആണ് അവശേഷിപ്പിക്കുന്നത്.